कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्ण कृष्ण हरे हरे कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. ടീച്ചറെ കേൾക്കാമോ? നമസ്കരിക്കുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ടീച്ചറിന് ഇരിക്കാം, കുഴപ്പമില്ല, ഇരിക്കാം. ഓക്കെ, ഇരിക്കാം ടീച്ചറെ, അവിടെ ഇരിക്കാം. ഓ, ഒരെണ്ണം മാത്രം പിന്നെ ഭഗവാനെ ഫോക്കസ് ചെയ്താൽ മതി. കാണാം കാണാം. ഓക്കെ, യാ ശരി. അപ്പം ഹരേ കൃഷ്ണ, നമസ്തേ. വളരെ സന്തോഷം. വെർച്വൽ പ്ലാറ്റ്ഫോമിലാണെങ്കിലും ഈ പ്രാവശ്യവും നമ്മൾ വീണ്ടും ഭഗവാന്റെ പേരിൽ കാണാനിടയായി. നമ്മള് എങ്ങനെയാണെങ്കിലും കേൾക്കുന്നുണ്ടോ? ആ, ഭഗവാന്റെ പേരിൽ നമ്മൾ വീണ്ടും കാണാനിടയായി. എങ്ങനെയാണെങ്കിലും കാർത്തിക മാസം ഒത്തുചേരുക എന്നുള്ളത് നിശ്ചയമായ ഒരു കാര്യമാണ്. നമുക്കത് ഒഴിവാക്കാൻ പറ്റത്തില്ല. കാര്യം, വർഷങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് കാർത്തിക മാസം അഥവാ ദാമോദര മാസം. ഭഗവാന്റെ ജന്മാഷ്ടമിയേക്കാൾ ശ്രേഷ്ഠമായി ഒരു പടി ഉപരിയായി തന്നെ ആഘോഷിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും ആചരിക്കേണ്ടതും ആയിട്ടുള്ള ഒരു മാസമാണ് കാർത്തിക മാസം. അത്രയേറെ വിശിഷ്ടമാണ്. ആ വിശിഷ്ട മാസത്തിൽ ഭക്തിയോടെ സ്നേഹത്തോടെ ഭഗവാന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭഗവാന്റെ പേരിൽ എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും 1000 ഇരട്ടി പുണ്യം കിട്ടുമെന്നുള്ളത് വളരെ വാസ്തവമാണ്. ഇത് ആചാര്യന്മാർ ഗർഗഭാഗവതത്തിലും ദേവീ ഭാഗവതത്തിലും ശ്രീമദ് മഹാഭാഗവതത്തിലും പത്മപുരാണത്തിലും സ്കന്ദപുരാണത്തിലും എല്ലാം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമാണ്. അതുകൊണ്ടാണ് കാർത്തിക മാസത്തിൽ നമ്മൾ വീണ്ടും കൂടിച്ചേരുന്നത്. എല്ലാ പാപങ്ങളും കഴുകിക്കളയാനുള്ള ഒരു അവസരമാണ്. എല്ലാ ഗുണങ്ങളും ആർജിക്കാനുള്ള ഒരു അവസരമാണ്, ആർജിച്ചെടുക്കാനുള്ള ഒരു അവസരമാണ് കാർത്തിക മാസം. ഭഗവാൻ ആർക്കൊക്കെ മോക്ഷം കൊടുത്തുവോ, അതുപോലെ ആരെയെല്ലാം അനുഗ്രഹിച്ചുവോ, അതുപോലുള്ള എല്ലാ അനുഗ്രഹങ്ങളും കാർത്തിക മാസത്തിൽ ഭഗവാനെ ഓർമ്മിക്കുന്നതും ഭഗവാന്റെ മുന്നിൽ നെയ്വിളക്ക് കാണിക്കുന്നതും കൊണ്ട് കിട്ടും. ഇത് ഭഗവാൻ നമുക്ക് തരുന്ന ഒരു ഷോർട്ട് കട്ടാണ്, ഒരു ഷോർട്ട് സൊല്യൂഷനാണ്. ഭഗവാന്റെ മുന്നിൽ നെയ്വിളക്ക് കാണിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു കൂട്ടിയിരിക്കുന്ന പാപങ്ങളും അതുപോലെ നമുക്ക് വരാൻ കാലതാമസം നേരിടുന്ന അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ 7 തലമുറകൾക്ക് മുമ്പുള്ള ആത്മാക്കളുടെ പാപമോചനവും അവർക്കുള്ള ലിബറേഷനും മുക്തിയും അതുപോലെ വരുന്ന 7 തലമുറകൾക്ക് നമ്മുടെ സന്തതി പരമ്പരകൾക്കുള്ള അനുഗ്രഹവും ഈ കാർത്തിക മാസം കൊണ്ടുണ്ടാകാവുന്നതാണ്. ഇത്രയും ദീനാനുകമ്പ ഭഗവാൻ ഈ കാർത്തിക മാസം നമുക്ക് വേണ്ടിയിട്ട് തന്നിരിക്കുകയാണ്.
ദീനാനുകമ്പയായിട്ട് തന്നിരിക്കുന്നതാണ്. ദീനാനുകമ്പയുടെ ഒരു പര്യായമാണ് കാർത്തിക മാസം എന്ന് നമുക്ക് പറയാം. ഹരേ കൃഷ്ണ. ജയ രാധാമാധവ സ്നേഹ ചില്ലിക്കുള്ളൂ. ഹരേ കൃഷ്ണ എല്ലാവർക്കും. ജയ രാമാധവ ജയ കുഞ്ച ബിഹാരി ജയ രാധാമാധവ ജയ കുഞ്ച ബിഹാരി ജയ ഗോപി ജനവല്ലഭ ജയ ഗിരിവരധാരി ജയ ഗിരിവരധാരി ജയ ഗോപി ജനവല്ലഭ ജയ ഗിരിവരധാരി ജയ ഗിരിവരധാരി യശോദനന്ദന യശോദനന്ദന വനചാരി വനചാരി ജയ രാമാധവ ജയ കുഞ്ച ബിഹാരി ജയ രാമാധവ ജയ കുഞ്ച ബിഹാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ശ്രീ ഭഗവാൻ की जय. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സിമി മാതാജി ഓം അജ്ഞാനനിവൃത്തസ്യ ചൊല്ലാമോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനനിവൃത്തസ്യ. ഹരേ കൃഷ്ണ പ്രഭു. ഓം അജ്ഞാനനിവൃത്തസ്യ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ
चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकथा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सगण रघुनाथानितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्ण चैतन्य देवं श्रीराधा कृष्ण पादान् सगण ललिता श्री विशाखानिधांश्च। हे कृष्णा करुणा सिंधो दीनबंधो जगत्पते गोपेश गोपिका कांता राधा कांता नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्त वृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। വാചാലം പങ്കും ലംഘയതേഗിരി കൃപാതമഹം വന്ദേ പരമാനന്ദമഹോ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരേ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ മാതിരി ദാമോദര ഭഗവാന്റെ പേരിൽ അതും ഒരു അനുഗ്രഹമാണ്. ഭഗവാന്റെ പേരിൽ കൂടിച്ചേരുക എന്ന് പറയുന്നത് അതും ഒരു അനുഗ്രഹമാണ്. അപ്പൊ ഞാൻ ടീച്ചറിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇത് പാരിജാതം ടീച്ചറാണ്, കരാമയിലാണ് താമസം. ഏകദേശം നമ്മളൊരു 5 വർഷം കൊണ്ട് അവിടെ ആരതി ചെയ്യുന്നുണ്ട് അല്ലേ? അതെ. അപ്പം ഞാന് രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ടീച്ചറിനെ പരിചയപ്പെടുമ്പോൾ ടീച്ചറുടെ ആ നമ്മൾ കാണുന്ന രീതിയിലുള്ള നമ്മൾ ജസ്റ്റ് ഓക്കെ ഒരു സിമ്പിൾ ആയിട്ടൊരു ടീച്ചറാണ്. ഒരു തുറന്നു പറയുകയാണെങ്കിൽ അത്ര ഒരു വലിയ ആക്റ്റീവ് ഒന്നും അല്ലാത്തൊരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ കാണുമ്പോൾ ധരിച്ചിട്ടുള്ളത്. പക്ഷെ എൻ്റെ ധാരണ തെറ്റിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടെ നമ്മൾ അടുക്കുകയും ദാമോദരാരതിക്ക് വരികയും ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കുകയും ചെയ്യുമ്പോൾ ദൂരെ നിന്ന് കാണുന്നത് പോലല്ല. ശരീരത്തിനുള്ളിൽ നല്ലൊരു സ്ട്രെങ്ത് ആയ ഒരു മനസ്സുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ളൊരു മനസ്സുണ്ട്. പിന്നെ ഞാൻ സുദൃഢമായിട്ട് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ അല്ലേ? ഇവിടെ അല്ലെ ഇവിടുന്ന് അത് ഏത് വർഷമായിരുന്നു ഇവിടുന്ന് ടീമിനെ കൊണ്ടുപോയത്? 7 years ബിഫോർ അല്ലേ? കറക്റ്റ്. അപ്പൊ നമ്മള് ആരതി അതിനു മുമ്പേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ 5 വർഷമല്ല. അപ്പൊ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ ആ ഒരു അപ്പോഴാണ് അതിന്റെ ആ സ്ട്രെങ്ത്, ആ ബോൾഡ്നെസ് ഒക്കെ നല്ലോണം ഒരു ലീഡിങ് പവർ കപ്പാസിറ്റി ഒക്കെ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും തുടർന്നും ഭഗവാൻ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ സ്കൂളിൽ നിന്ന് റിസൈൻ ചെയ്തു കേട്ടോ. പറഞ്ഞിരുന്നു അന്ന്. അതെ, റിസൈൻ ചെയ്തിട്ട് ഇപ്പൊ ഉള്ള പിന്നെ ഓൺലൈനിൽ ഒരു ഇതുണ്ട്, ഒരു GP അക്കാഡമി എന്ന് പറഞ്ഞിട്ട്. നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും ചെയ്യണ്ടേ. പിന്നെ ആത്മീയമായി നല്ല രീതിയിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഗുണഗുണങ്ങൾ ഉണ്ട്. സ്മിതമാതാജി ഇന്ന് ഹരേ കൃഷ്ണ ദാമോദര അഷ്ടകോ അല്ലെങ്കിൽ ദാമോദര ആരതിയെ പറ്റി സംസാരിക്കാം. സ്മിതമാതാജി സംസാരിക്കും. എല്ലാ പ്രാവശ്യവും ഞാൻ വന്നിട്ടാണ് ടീച്ചറിന്റെ അടുത്ത് പറയുന്നത്. ഇന്ന് സ്മിതമാതാജി സംസാരിച്ചുള്ളൂ. ഹരേ കൃഷ്ണ. മ്യൂട്ടാണ്. ദാമോദരാരതിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ടീച്ചർക്ക് കഥയെല്ലാം ഓർമ്മയുണ്ടാവും, അറിഞ്ഞിരിക്കും. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഈ കാർത്തിക മാസത്തില് ബാക്കിയുള്ള മാസങ്ങളെ അപേക്ഷിച്ച് 100 മടങ്ങ് നമുക്ക് ഫലം കിട്ടും.
ആൻഡ് 100 ജന്മങ്ങൾ നമുക്ക് അതിന്റെ ഫലങ്ങൾ കിട്ടും. അതുപോലെ നമ്മുടെ പൂർവജന്മം പൂർവികർക്ക് മോചനം കിട്ടാനും ഇനി വരുന്ന 7 തലമുറകൾക്ക് നല്ല പ്രയോജനം ചെയ്യുകയും ചെയ്യും. നമ്മൾ ഈ ഒരു കാർത്തിക മാസം ഭഗവാനെ ഒരു നെയ്വിളക്ക് കാണിക്കുകയും ചെറിയ 5-6 കാര്യങ്ങൾ ഭഗവാന്റെ പ്രീതിക്കായിട്ട് ഭഗവാന്റെ സന്തോഷത്തിനായിട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാൻ എങ്ങനെയാണോ പറയുന്നത്, സസ്യങ്ങളിൽ എനിക്ക് തുളസിയാണ് ഇഷ്ടം, നദികളിൽ ഗംഗയാണ് ഇഷ്ടം, യജ്ഞങ്ങളിൽ ജപയജ്ഞമാണ് ഇഷ്ടം, അതുപോലെ ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസമാണ് കാർത്തിക മാസം. അതിൽ ചെയ്യാവുന്ന 5-6 ചെറിയ കാര്യങ്ങൾ, ഒരു കാര്യം നെയ്വിളക്ക് കാണിക്കുകയും എല്ലാ ദിവസവും നെയ്വിളക്ക് കാണിക്കുകയും ദാമോദരാഷ്ടകം ചൊല്ലുകയും ചെയ്യുക. 2 തുളസി പൂജ ചെയ്യുക, തുളസിക്ക് വെള്ളം നനയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. 3 ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപം ചെയ്യുക, എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു 108 തവണയെങ്കിലും ജപിക്കുക. 4 ശ്രീമദ് ഭാഗവതം ഭഗവത്ഗീത വായിക്കുക. കുറഞ്ഞപക്ഷം ചതുശ്ലോകി ഭാഗവതം ഭഗവത്ഗീത എന്ന് പറഞ്ഞിട്ട് ഒരു 8 ശ്ലോകങ്ങളുണ്ട്, അതെങ്കിലും വായിക്കാൻ ശ്രമിക്കുക. പ്രസാദം മാത്രം കഴിക്കുക, കുറഞ്ഞപക്ഷം സസ്യഭുക്കാവുക, വെജിറ്റേറിയൻ എങ്കിലും ആവാൻ നോക്കുക ഈ മാസം. പിന്നെ 6ാമത്തെ കാര്യം ദാനം ചെയ്യുക. ഇപ്പൊ ക്ഷേത്രങ്ങളെല്ലാം ഈ കോവിഡ് വന്നതിന് ശേഷം വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പൊ നമ്മൾ ക്ഷേത്രങ്ങളെ പിന്തുണയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുക. അപ്പൊ ബാക്കിയുള്ള മാസങ്ങളിൽ കിട്ടുന്നതിനെക്കാട്ടിലും ഭഗവാന്റെ 100 മടങ്ങ് കൃപ നമുക്ക് ലഭിക്കാൻ ഈ ചെറിയ ലളിതമായ ഈ 6 കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് സാധിക്കും. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. സന്തോഷം പറഞ്ഞത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പമായ മാർഗങ്ങളാണ്. ഇത് വളരെ കുറച്ചു പേർക്കേ അറിയത്തുള്ളൂ ഈ ഷോർട്ട് കട്ടൊക്കെ. അപ്പം അത് ഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ അത് അറിയുകയുള്ളൂ. അത് നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. തീർച്ചയായിട്ടും കോവിഡൊക്കെ കഴിഞ്ഞ് ചൈന കോവിഡ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാ വീടുകളിലും ഇറങ്ങും. തീർച്ചയായിട്ടും ഗൃഹസമ്പർക്കം വളരെ അത്യാവശ്യമാണ്. അപ്പം ബാക്കി മനസ്സിലുള്ള സങ്കല്പങ്ങളെല്ലാം ആ സമയത്ത് നിറവേറ്റാം. ഇപ്പം ഷോർട്ട് കട്ടാണെന്ന് ഉദ്ദേശിക്കുന്നത്, പണ്ട് ടീച്ചറിന് ഓർമ്മയുണ്ടാവും, 8ാം ക്ലാസ്സിലാണോ 7ാം ക്ലാസ്സിലാണോ കുറുക്കു വഴികൾ എന്നൊരു പുസ്തകം പഠിച്ചിരുന്നു അല്ലേ? ശരിയല്ലേ? അപ്പം കുറുക്കു വഴികൾ, അതിനകത്ത് എഴുതിയിരിക്കുന്നത് കുറുക്കു വഴികൾ തേടരുത് എന്നുള്ളതാണ്. കാര്യം അതിനകത്ത് കുറുക്കു വഴികളുടെ അബദ്ധങ്ങളായ കാര്യങ്ങളാണ്, ആ കുറുക്കു വഴികളെ പറ്റിയിട്ടുള്ള അബദ്ധങ്ങളാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? അതാരാ എഴുതിയത്? എനിക്ക് ഓർമ്മ വരുന്നില്ല. മലയാളത്തിൽ തന്നെയാണ് അല്ലേ? 8ാം ക്ലാസ്സിലല്ലേ അത് വരുന്നത്? 8ാം ക്ലാസ് തന്നെയാണ്. കേസരി ബാലകൃഷ്ണപിള്ളയാണോ കുറുക്കുവഴികൾ എഴുതിയേക്കുന്നത്? സംശയം എന്നതുപോലെ തോന്നല്. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതിന് നേരെ റിവേഴ്സ് ആണ് ഭഗവാന്റെ അടുത്ത് കുറുക്കുവഴി എന്ന് പറയുന്നത്. അത് ആ കുറുക്കുവഴി ഏറ്റവും വളരെ ലഘുവും വളരെ എളുപ്പവും മഹാഭാഗ്യവുമാണെന്ന് മഹാദേവര് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്, സ്ഥാപിച്ചു പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണ, ഭൂമിയിൽ ജനിച്ച അങ്ങയുടെ ഭക്തന്മാർ ദേവലോകത്തിരിക്കുന്ന ഞങ്ങളെക്കാൾ വളരെ ഭാഗ്യം ചെയ്തവരാണല്ലോ. അങ്ങയുടെ ഘനശ്യാമമോഹനമായ ആ രൂപം, ആ ദിവിജ രൂപം, ഓടക്കുഴൽ ഊതി നിൽക്കുന്ന വളരെ മനോഹരമായ രൂപം അവർക്ക് അവരുടെ ഗോചരങ്ങൾക്ക് കാണുമാറാകുമല്ലോ. ആ ഒരു രൂപം ഞങ്ങൾക്ക് കാണുന്നില്ലല്ലോ എന്ന് മഹാദേവര് പറയുന്നുണ്ട്. അത് രുദ്രഗീതത്തിലാണ് പറയുന്നത്. ശ്രീമദ് മഹാഭാഗവത്തിലെ 4ാമത്തെ സ്കന്ധത്തിലാണ് രുദ്രഗീതം വരുന്നത്. മഹാദേവര് ഭഗവാനെ കുറിച്ച് ആലപിക്കുന്ന ശ്ലോകങ്ങളാണ്. അപ്പം അത്രയും വളരെ വലിയൊരു ഭാഗ്യം നമ്മൾ ചെയ്തത് കൊണ്ടാണ് ഈ ഷോർട്ട് കട്ടോടുകൂടി വലിയ വൈദിക വിധി പ്രകാരമുള്ള ആചാരങ്ങളോ ഹോമങ്ങളോ യജ്ഞങ്ങളോ മന്ത്രങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കലിയുഗത്തിലെ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം കൊണ്ട് തന്നെ ഭഗവാനെ സ്വാധീനിക്കാൻ പറ്റും എന്ന് നാരദ മഹർഷി പോലും പറഞ്ഞിട്ടുണ്ട്. അത് വളരെ വ്യക്തവുമാണ്. അത് പൂന്താനം നമ്പൂതിരിയിലൂടെയൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, അനുഭവിച്ചിട്ടുള്ളതാണ്. പൂന്താനം നമ്പൂതിരി ആണെങ്കിലും കുറൂരമ്മയാണെങ്കിലും വില്യമംഗലമാണെങ്കിലും ഒക്കെ നമ്മൾ പ്രത്യക്ഷത്തിൽ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ അനുഭവിക്കുന്നതും അങ്ങനെയാണ്. ആ ഒരു ദാമോദര മാസത്തില്
ഭഗവാൻ ആ ദേവന്മാർക്ക് 2 നളകുബീരനും മണിഗ്രീവനും മോക്ഷം കൊടുത്തതുപോലെ യശോദാമയുടെ സ്നേഹത്തിൽ ഭഗവാൻ അലിഞ്ഞതുപോലെ നമ്മൾ എത്രത്തോളം ഭഗവാനെ സ്നേഹിക്കാമോ, എത്രത്തോളം ഭഗവാനെ ധ്യാനിക്കാമോ, മന്ത്രം ജപിക്കാമോ, അത്രത്തോളം നമ്മൾ ജപിക്കുന്നിടം തോറും ഭഗവാനും നമ്മളും തമ്മിലുള്ള ആ അകലം കുറഞ്ഞു വരും. ഹരേ കൃഷ്ണ. കമലു, ഹരേ കൃഷ്ണ. കമല, കീർത്തനം ചെയ്യാമോ? ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ? മ്യൂട്ടാണ്. ഹരേ കൃഷ്ണ. സുധീർ പ്രഭു, ഹരേ കൃഷ്ണ. ഓക്കെ. പ്രീത മാതാജി, ഹരേ കൃഷ്ണ പ്രഭു. ഓക്കെ. കമലുവിന്റെ അടുത്ത് പറഞ്ഞ ഒരു കീർത്തനം ചെയ്യാന്ന്. ഓക്കെ. ഹരേ കൃഷ്ണ. സ്നേഹ, എന്തെങ്കിലും മെസ്സേജസ് കാർത്തിക മാസത്തില് സ്പെഷ്യലായിട്ട് ഉണ്ടെങ്കിൽ റെഡിയാക്കി വെക്കുക. ഓക്കെ. ഹരേ കൃഷ്ണ. സ്നേഹയ്ക്ക് ടീച്ചറിനെ അറിയായിരുന്നോ? സ്നേഹ പഠിച്ച ഇന്ത്യൻ സ്കൂളാ അല്ലേ? സ്നേഹ പഠിച്ച സ്കൂളാ, മറന്നുപോയി. ഹരേ കൃഷ്ണ. ഏത് ക്ലാസ്സിലാ ഇപ്പം? ഞാൻ 12th പാസ്സായി. Okay. Now you are trying for a professional course, no? Yeah. What's your aim? Engineering, ACC. doctor? Sorry, No, ACC. ACCA. You can do here itself, no? Yeah. Yeah, good. Wish you all the best. Thank you. നാട്ടിലെവിടെയാ? നാട്ടില് പാലക്കാട്. പാലക്കാടാണോ? നമ്മള് പാലക്കാടാ. എവിടെയാ പാലക്കാട്? പാലക്കാടാണ്. പാലക്കാട് മുണ്ടൂരാണ്. മുണ്ടൂര്. ഞങ്ങളുടെ വീട് കല്ലടിക്കോട്, ഹസ്ബൻഡിന്റെ വീട് കുന്നത്തൂർമേട്. ശരി. കല്ലടിക്കോട് മുണ്ടൂര് പോണ വഴിയാണല്ലോ കല്ലടിക്കോട്? അതെ, ജംഗ്ഷൻ അല്ലേ? നമ്മള് ഒരേ നാട്ടുകാരാണല്ലേ? സന്തോഷം, പരിചയപ്പെട്ടു. സന്തോഷം. ഹരേ കൃഷ്ണ. കമലു, ശരിയായോ? റെഡിയായോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പാടിക്കോളൂ. എന്താ വീഡിയോയിൽ വരാത്തത്? വീഡിയോയിൽ എന്താ വരാത്തത്? വീഡിയോയിൽ വരൂ, ഞങ്ങൾ കാണട്ടെ. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, ചെല്ലിക്കോളൂ. ഗോപാല ഗോപാല ശ്യാമ ഗോപാല, ഗോപാല ഗോപാല ശ്യാമ ഗോപാല, മുരളീ ഗാനലോല ഗോപി ഗോപാല, മുരളീ ഗാനലോല ഗോപി ഗോപാല, ഗോപാല ഗോപാല ശ്യാമ ഗോപാല, ഗോപാല ഗോപാല ശ്യാമ ഗോപാല, മുരളീ ഗാനലോല ഗോപി ഗോപാല, മുരളീ ഗാനലോല ഗോപി ഗോപാല, ദേവകീ നന്ദന സുന്ദര വേണുഗോപാല, ദേവകീ നന്ദന സുന്ദര വേണുഗോപാല, ഓ രാധേ 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 ഗോപാല, ഓ രാധേ 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 ഗോപാല, ഗോപാല ഗോപാല ശ്യാമ ഗോപാല, മുരളീ ഗാനലോല ഗോപി ഗോപാല, ഗോപാല ഗോപാല ശ്യാമ ഗോപാല, മുരളീ ഗാനലോല ഗോപി ഗോപാല, വാസുദേവ മദന മോഹന കുഞ്ച വിഹാരി, വാസുദേവ മദന മോഹന കുഞ്ച വിഹാരി, ഓ രാധേ 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 ഗോപാല, ഓ രാധേ 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 ഗോപാല, ഗോപാല ഗോപാല ശ്യാമ ഗോപാല, മുരളീ ഗാനലോല ഗോപി ഗോപാല, ഗോപാല ഗോപാല ശ്യാമ ഗോപാല, മുരളീ ഗാനലോല ഗോപി ഗോപാല,
देवकी नंदन सुंदर वेणुगोपाल देवकी नंदन सुंदर वेणुगोपाल ओ राधे 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 गोपाल ओ राधे 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 गोपाल 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 श्याम गोपाल 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 श्याम गोपाल मुरली गान लोला गोपी गोपाल मुरली गान लोला गोपी गोपाल 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 श्याम गोपाल मुरली गान लोला गोपी गोपाल. हरे कृष्ण. താങ്ക് യു. നൈസ്. ഭഗവാനെ കുറിച്ച് എപ്പോഴും കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ്. സതതം കീർത്തയന്തോ മാം യദന്തച്ച ദൃഢപ്രദാഹം നമസ്യന്തച്ച മാം ഭക്ത്യ നിത്യയുക്ത ഉപാസത. അങ്ങനെയുള്ള ഭക്തന്മാരിലാണ് ഞാൻ വസിക്കുന്നത്. ഭഗവാൻ വീണ്ടും ഭഗവത്ഗീതയെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ യോഗ്യമാരുടെ മനസ്സിലല്ല, സന്യാസികളുടെ മനസ്സിലല്ല, മറ്റ് യജ്ഞങ്ങൾ ചെയ്യുന്നവരുടെ മനസ്സിലല്ല, പക്ഷേ എന്നെ എപ്പോഴും ധ്യാനിച്ചിരിക്കുന്നത് ആരാണോ അവരിലാണ്. എന്നെ എപ്പോഴും കീർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണോ എന്റെ ഭക്തന്മാര്, അവരുടെ മനസ്സിലാണ് ഞാൻ വസിക്കുന്നത് എന്ന് പറയുന്നു, കൃത്യമായി പറയുന്നു. ഹരേ കൃഷ്ണ. പ്രീതമാതാജി ഒരു കീർത്തനം ചൊല്ലാമോ? ചൊല്ലിക്കോളൂ. സൂര്യ ചൊല്ലും. ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. അപ്പം റെഡിയാകുമ്പോഴത്തേന് നമുക്ക് ഭഗവാന്റെ 1-2 കാര്യങ്ങളുടെ കേൾക്കാം. റെഡിയായോ കീർത്തനം ചെയ്യാൻ? ചൊല്ലിക്കോളൂ. गुरुवायूरपुर श्री हरे कृष्ण नारायण गोपाल गुरुवायूरपुर श्री हरे कृष्ण नारायण गोपाल मुकुंद माधव मुरलीधरे नारायण गोपाल मुकुंद माधव मुरलीधरे नारायण गोपाल गुरुवायूरपुर श्री हरे कृष्ण नारायण गोपाल गुरुवायूरपुर श्री हरे कृष्ण नारायण गोपाल मुकुंद माधव मुरलीधरे नारायण गोपाल मुकुंद माधव मुरलीधरे नारायण गोपाल शंख चक्र पीतांबरधारी नारायण गोपाल शंख चक्र पीतांबरधारी नारायण गोपाल नारायण गोपाल श्री हरि नारायण गोपाल नारायण गोपाल श्री हरि नारायण गोपाल गुरुवायूरपुर श्री हरे कृष्ण नारायण गोपाल गुरुवायूरपुर श्री हरे कृष्ण नारायण गोपाल मुकुंद माधव मुरलीधरे नारायण गोपाल मुकुंद माधव मुरलीधरे नारायण गोपाल नारायण गोपाल श्री हरि नारायण गोपाल नारायण गोपाल श्री हरि नारायण गोपाल गोवर्धन गिरिधारी मुरारी नारायण गोपाल गोवर्धन गिरिधारी मुरारी नारायण गोपाल नारायण गोपाल श्री हरि नारायण गोपाल
നാരായണ ഗോപാൽ ശ്രീഹരി നാരായണ ഗോപാൽ ഗുരുവായൂർ ശ്രീഹരി കൃഷ്ണ നാരായണ ഗോപാൽ ഗുരുവായൂർ ശ്രീഹരി കൃഷ്ണ നാരായണ ഗോപാൽ മുകുന്ദ മാധവ മുരളീധാരി നാരായണ ഗോപാൽ മുകുന്ദ മാധവ മുരളീധാരി നാരായണ ഗോപാൽ ഗുരുവായൂർ ശ്രീഹരി കൃഷ്ണ നാരായണ ഗോപാൽ ഗുരുവായൂർ ശ്രീഹരി കൃഷ്ണ നാരായണ ഗോപാൽ. താങ്ക് യു ഹരേ കൃഷ്ണ. അപ്പം ജീവിതത്തില് നമ്മൾ പരമമായ ലക്ഷ്യം നമ്മുടെ ആത്മാവിനെ ആനന്ദപ്പെടുത്തുക എന്നുള്ളതാണ്. ആത്മാവിന് ആനന്ദമില്ലെങ്കിൽ ബാക്കിയെല്ലാം പുറമേയുള്ള സന്തോഷങ്ങളാണ്. സ്മിതമാജി പ്രഥമ സ്കന്ധം ഭാഗവതം എടുക്കണേ. ഫസ്റ്റ് കാണ്ടോ 2-ാമത്തെ അധ്യായത്തിലെ 21-ാമത്തെ ശ്ലോകം. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാഹ്യമായ സന്തോഷത്തിലല്ല ഇടപെടേണ്ടത്, ആന്തരികമായ ഒരു സന്തോഷം നമുക്കുണ്ടാവണം. നമ്മൾ എത്രയൊക്കെ പുറത്ത് ചിരിച്ചു കാണിച്ചു കഴിഞ്ഞാലും ഉള്ളിന്റെ ഉള്ളിൽ ദുഃഖമുണ്ടെങ്കിൽ ആ ചിരി ഒരു മെക്കാനിക്കൽ രീതിയിലായി പോകും. അപ്പൊ നമ്മൾ ചിലർ ചോദിക്കും, നീ ചിരിക്കുന്നുണ്ടെങ്കിലും നിന്റെ മുഖത്തിന് ഒരു പ്രസന്നതയില്ല, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കും. കാര്യം ആത്മാവ് സന്താപത്തിലാണ്. ആത്മാവ് സന്താപത്തിലായതുകൊണ്ട് മുഖത്തിന് ആ പ്രസന്നതയുടെ റിഫ്ലക്ഷൻ വരുന്നില്ല. അപ്പം നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്, ആത്മാവിന് സന്തോഷം കിട്ടുക എന്നുള്ളതാണ്. മാതാജി എടുത്തോ പ്രഥമസ്കന്ധം? സ്മിത മാതാജി ഏതാ ശ്ലോകം നമ്പർ? പ്രഥമസ്കന്ധത്തില് 2-ാമത്തെ അധ്യായത്തില് 2-ാമത്തെ ശ്ലോകം 1.2.22. അതോ വൈ കവയോ നിത്യ. വായിച്ചോളൂ മുരളിപ്രഭു. എന്റെ ഭാവാർത്ഥം സ്മിതമാതാജി വായിക്കും. മുരളിപ്രഭു വായിച്ചോളൂ, അല്ലെ പ്രീതമാതാജി വായിക്കൂ. ഓം നമോ ഭഗവതി വാസുദേവായ. അതോ വൈ കവയോ നിത്യം ഭക്തിപരമയാമുദ വാസുദേവ ഭഗവതി കുർവന്ത്യാത്മപ്രസാദിനി. പ്രീതമാതാജി ഒന്നുകൂടെ വായിക്കാമോ അത് ശ്ലോകം? ഹരേ കൃഷ്ണ. പ്രീതമാരുടെ വായനയ്ക്കൊരു സുഖമുണ്ട്, കേക്കണേ. വായിച്ചോളൂ. അतो വൈ കവയോ നിത്യം ഭക്തിം പരമയാമുദാ വാസുദേവേ ഭഗവതി കുർവന്ത്യാത്മപ്രസാദനേ. അतो വൈ കവയോ നിത്യം ഭക്തിം പരമയാമുദാ വാസുദേവേ ഭഗവതി കുർവന്ത്യാത്മപ്രസാദനേ. ഹരേ കൃഷ്ണ. ഒന്നുകൂടെ വായിച്ച് അതിന്റെ വിവർത്തനം കൂടെ വായിച്ചു. അतो വൈ കവയോ നിത്യം ഭക്തിം പരമയാമുദാ വാസുദേവേ ഭഗവതി കുർവന്ത്യാത്മപ്രസാദനേ. ആ വിവർത്തനം കൂടെ വായിച്ചോളൂ. വിവർത്തനം ശ്രീ ദിവ്യപൂജ്യ ശ്രീ A.C. ഭക്തിവേദാന്ത പ്രഭുപാദർ കി ജയ്. ആകയാൽ നിശ്ചയമായും സ്മരണാതീത കാലം മുതൽ സർവ അതീന്ദ്രിയവാദികളും പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഭക്തിയുത സേവനം അതീവ ആനന്ദത്തോടെ സമർപ്പിക്കുന്നു. തന്നിമിത്തം അത്തരം ഭക്തിയുത സേവനം ആത്മാവിനെ ഉത്സാഹഭരിതമാക്കുന്നു. ഹരേ കൃഷ്ണ. തന്നിമിത്തം ഭക്തിയുത സേവനം. ഭക്തിയുത സേവനത്തിലൂടെ, ഭഗവാനിലുള്ള സേവനത്തിലൂടെ പോകുമ്പോൾ മാത്രമേ നമുക്ക് ആത്മാവിനെ ആനന്ദിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഈ ആത്മാവ് ആനന്ദം കണ്ടെത്തിയില്ലെങ്കിൽ പിന്നെ ഈ ജീവിതത്തിൽ എങ്ങനെയൊക്കെ നമ്മൾ ചിരിച്ചു നടന്നു കഴിഞ്ഞാലും ഒരു സന്തോഷം, ആത്യന്തികമായിട്ടുള്ള ഒരു സന്തോഷം കാണത്തില്ല. സ്മിതമാതാജി എന്റെ ഭാവാർത്ഥം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശുദ്ധഭക്തി സവിശേഷതയെ ഇവിടെ പ്രത്യേകം വിശദീകരിച്ചിരിക്കുന്നു. പരമദിവ്യോത്തമ പുരുഷന്റെ സ്വയം രൂപ അവതാരമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. പരമദിവ്യോത്തമ പുരുഷന്റെ മറ്റെല്ലാ അവതാരങ്ങളും ശ്രീ ബലദേവനിൽ തുടങ്ങി സംഘർഷണൻ, വാസുദേവൻ, അനിരുദ്ധൻ, പ്രദ്യുമ്നൻ, നാരായണൻ എന്നിവരിലൂടെ വിസ്തൃതമാകുന്ന
അവതാരങ്ങളും ഗുണാവതാരങ്ങളും ലീലാവതാരങ്ങളും യുഗ അവതാരങ്ങളും മറ്റ് അസംഖ്യം അവതാരങ്ങളും പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണന്റെ പൂർണ്ണാംശങ്ങളെ സംബന്ധിച്ചവയോ അല്ലെങ്കിൽ പൂർണ്ണ അംശങ്ങളോ ആകുന്നു. ജീവാത്മാക്കൾ പരമദിവ്യോത്തമ പുരുഷന്റെ വിഭിന്ന അവിഭാജ്യ ഘടകങ്ങളാകുന്നു. ആകയാൽ പരമദിവ്യോത്തമ പുരുഷന്റെ യഥാർത്ഥ സ്വരൂപമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. മാത്രവുമല്ല സർവാതിശായിത്വത്തിന്റെ അവസാന വാക്കും ശ്രീകൃഷ്ണ ഭഗവാനാകുന്നു. ആകയാൽ ഭഗവാന്റെ ശാശ്വത ലീലകളിൽ പങ്കുകൊണ്ട ഉത്തുംഗ അതീന്ദ്രിയവാദികൾക്ക് ഭഗവാൻ അതീവ ആകർഷകനാകുന്നു. പരമദിവ്യോത്തമ പുരുഷ സ്വരൂപങ്ങളിൽ വ്രജഭൂമിയിൽ ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളിൽ എന്ന പോലെ ഉറ്റ സ്വകാര്യ സംബന്ധ സൗകര്യം ശ്രീകൃഷ്ണനും ബലദേവനും ഒഴികെയുള്ള പരമദിവ്യോത്തമ പുരുഷ സ്വരൂപങ്ങളിൽ ഒന്നുമില്ല. അല്പജ്ഞാനികൾ തർക്കിക്കുന്നത് പോലെ ശ്രീകൃഷ്ണന്റെ അതീന്ദ്രിയ ലീലകൾ നവീനമായി സ്വീകരിക്കപ്പെട്ട ഒന്നല്ല. പൂർവദിക്കിൽ ഓരോ ദിനാന്ത്യത്തിലും സൂര്യൻ ഉദിച്ചുയരുന്നത് പോലെ കാലക്രമേണ യഥാസമയം ഒരു ബ്രഹ്മദിനത്തിലൊരിക്കൽ അത് അതീന്ദ്രിയവും ശാശ്വതമായി സ്പഷ്ടമാക്കപ്പെട്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ അല്പജ്ഞാനികൾ തർക്കിക്കുന്നത് പോലെ, അതായത് യുക്തിവാദികൾ അല്ലെങ്കിൽ അവ്യക്തകഥവാദികളൊക്കെ തർക്കിക്കുന്നത് പോലെ ശ്രീകൃഷ്ണന്റെ അതീന്ദ്രിയ ലീലകൾ നവീനമായി സ്വീകരിക്കപ്പെടുന്നതല്ല, പുതുതായിട്ടൊന്നുമല്ല. ഇത് കാലാകാലങ്ങളിൽ ഓരോ യുഗത്തിലും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. പൂർവദിക്കിൽ ഓരോ ദിനാന്ത്യത്തിലും സൂര്യൻ ഉദിച്ചുയരുന്നത് പോലെ കാലക്രമേണ യഥാസമയം ഒരു ബ്രഹ്മദിനത്തിലൊരിക്കൽ അത് അതീന്ദ്രിയവും ശാശ്വതവുമായി സ്പഷ്ടമാക്കപ്പെടുന്നു. ആദ്യമില്ല, അന്ത്യമില്ല. അതുകൊണ്ടാണ് ബ്രഹ്മാവ് ഭഗവാനെ കീർത്തിച്ചത് ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണം, സർവകാരണങ്ങൾക്കും കാരണനായ ഭഗവാൻ. ആ കാരണനായ ഭഗവാനെ, എല്ലാ കാരണങ്ങൾക്കും കാരണനാകുന്ന ഭഗവാൻ, ആ ഭഗവാന്റെ അടുത്ത് പോകുമ്പോൾ നമുക്കും എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കി തരത്തില്ലേ നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഏതെങ്കിലുമൊക്കെ ഒരു പോംവഴികൾ ഭഗവാൻ ചെയ്തു തരും, അത് ഉറപ്പാണ്. കാര്യം എല്ലാത്തിൻ്റെയും കാരണകനാണ് ഭഗവാൻ. അത് ഒരുപാട് സ്ഥലങ്ങളിൽ തെളിയിച്ചിട്ടുമുണ്ട്. ഭഗവാൻ ഒന്ന് ചിരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരും. ഹരേ കൃഷ്ണ. അപ്പം ഇതൊക്കെയാണ് ദാമോദര കാർത്തിക മാസത്തിലെ വിശിഷ്യ നമുക്ക് ഓർമ്മിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. സ്നേഹ നോക്കിയായിരുന്നോ മെസ്സേജ്? ഇന്നില്ല പ്രഭു. ഓക്കെ, ഒന്നുമില്ലെന്നാണോ മെസ്സേജ്? ഒന്നില്ല. ഹരേ കൃഷ്ണ. അപ്പം സുധീർ പ്രഭു എന്തെങ്കിലും പറയാനുണ്ടോ? മെസ്സേജുകൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒന്നുമില്ല പ്രഭു. പറഞ്ഞോളൂ പ്രഭു. ഒന്നുമില്ലെന്ന് പറയണ്ട. നമ്മളിവിടെ ടീച്ചറിനെ പ്രഭുവിന് നേരത്തെ തന്നെ അറിയാം. വർഷങ്ങളായിട്ട് നമ്മൾ രണ്ടുപേരും മാത്രമേ ടീച്ചറിന്റെ അടുത്ത് പോകാറുള്ളൂ. ഓക്കെ, പ്രഭു പറഞ്ഞോളൂ. അതുകൊണ്ട് എല്ലാം ടീച്ചർക്ക് അറിയാവുന്നല്ലേ. നമ്മളിനി മാതാജി പ്രഭുവും പറഞ്ഞു ഇനി, അതുകൊണ്ടാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സിമി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പറഞ്ഞോളൂ. ഞാൻ എന്ത് പറയണ പ്രഭു? ഭഗവാന്റെ കാര്യം എല്ലാവരും മീൻസ് ദാമോദര മാസത്തില് പ്രഭു പറഞ്ഞ പോലെ ആരതി ചെയ്യുക, വിളക്ക് വെക്കുക, പറ്റുന്ന പോലെ എല്ലാം ചെയ്യുക. അത്രയൊക്കെ പറയാൻ. പ്രസാദം ഭഗവാൻ ഓഫർ ചെയ്യുക, കഴിക്കുക, പറ്റുന്ന പോലെയൊക്കെ ചെയ്യുക. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. വിജു പ്രഭു. വിജു പ്രഭു മ്യൂട്ടാണ് കേട്ടോ. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ പ്രഭു. പ്രഭു എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ നമ്മളെന്താ അതിലും പറയാനുള്ളത്? ഭഗവാനെ മാക്സിമം വിളിക്കുക, അതന്നെ. ഹരേ കൃഷ്ണ. രാജൻ ചേട്ടാ എന്തെങ്കിലും പറയാനുണ്ടോ? രാജേട്ടൻ പറയാനുണ്ടോ? പറഞ്ഞോളൂ.
നമ്മൾ എല്ലാ പ്രാവശ്യം വന്നിട്ട് കുറെ നേരം ഇരുന്ന് സംസാരിക്കുകയും പിന്നെ ആരതി ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആണ്. ഇപ്രാവശ്യം നമ്മള് വിർച്വൽ പ്ലാറ്റ്ഫോമിലാണെന്നേ ഉള്ളു. പറയാം. സന്തോഷം. ഇപ്പോഴും ഈ സൂമിലെങ്കിലും നമ്മള് ഇരുന്നല്ലോ. അതെ 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 അതെ, ഇരിക്കാൻ പറ്റിയല്ലോ. അതെ അതെ, സന്തോഷം, നന്നായി. അടുത്ത തന്നെ കോവിഡ് എല്ലാം മാറി എല്ലാവർക്കും എല്ലാവരെയും വീട്ടിൽ സന്ദർശിക്കാനും കാണാനും ഒക്കെ ഇടവരട്ടെ എന്ന് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പം നമുക്ക് അടുത്ത ദാമോദരാഷ്ടകത്തിലേക്ക് കടക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ. സ്നേഹ ദാമോദരാഷ്ടകം സ്നേഹ ചെല്ലിക്കോളൂ. അപ്പം ദാമോദരാഷ്ടകം ചെല്ലുമ്പം റിപ്പീറ്റേഷൻ ഇല്ല, കൂടെ ചെല്ലിയാൽ മതി. കൂടെ ചെല്ലുമ്പോൾ ആരതി ചെയ്യുക. ഓക്കെ, നെയ്വിളക്ക് കാണിച്ച് ആരതി ചെയ്യുക. ഭഗവാന്റെ പാദങ്ങളിൽ നിന്ന്, പാദകമലത്തിൽ നിന്ന് മുഖകമലത്തിലേക്ക് 3-4 പ്രാവശ്യം ഫുള്ള് ആരതി ചെയ്യുക. ഓക്കെ, ആരതി ചെയ്യണ്ടേ? ആ അതെ അതെ. അപ്പം പ്രിന്റ് ഉണ്ടോ? അവിടെ ഇരിപ്പുണ്ടോ പ്രിന്റ്? കാണും അവിടെ. ഞങ്ങള് കൂടെ ചെല്ലുന്നുണ്ട്. ശരി. ആ, ഹരേ കൃഷ്ണ. അപ്പം എന്തേലും കൂടെ ചെല്ലുമ്പോ വർഷങ്ങളായിട്ടുള്ളതല്ലേ, ഓർമ്മ വരും, കുഴപ്പമില്ല. സ്നേഹ സ്റ്റാർട്ട് ചെയ്തോളൂ. നമാമീശ്വരം സച്ചിദാനന്ദരൂപം ലസത്കുണ്ടലം ഗോകുലേ വ്രജമാനം യശോദാവിയോലോകനാദവമാനം പരാമൃഷ്ടമത്യന്തോ ധൃത്യഗോപ്യ रुदन्तमोहुर्नेत्रयुग्मं मृजन्तम् कराम्बुजयुग्मेन सातङ्कनेत्रम् मुहुश्वासकम्पातिरेखाङ्ककण्ठा हृदग्रैवं दामोदरं भक्तिबद्धम् इति कृत्स्वलीलाभिरानन्दकुण्डे स्वघोषं निमज्जन्तमाख्यापयन्तम् तदीयेषु भक्तेर्जितत्वम् पुनः प्रेमतस्तं शतावृत्तिवन्दे परं देवमोक्षं न मोक्षामतिं वा यच्चान्यं वृणेऽहं वरेषादपि इदं देव पुरनाथ गोपालबालम् सदा मे मनस्याविरस्तां किमन्ये इदं ते मुखाम्बोजमत्यन्तनीले हृदं कुन्दलैः स्निग्धरक्तैश्च गोप्या मुहुश्चुम्बितं बिम्बरक्तादरं मे मनस्याविरास्तामलं लक्षलाभे नमो देव दामोदरानन्द विष्णो प्रसीद प्रभो दुःखजलाभिमग्नम् कृपादृष्टिवृष्ट्यादिदिनं व्रतानो गृहाणि क्षमामन्यमेदक्षिदृश्य कुबेरात्मजो बद्धमुद्रैवयद्वत् त्वयामोषितौ भक्तिभाजौ कृतौ च तथा प्रेम भक्तिं स्वकां मे प्रयच्छ न मोक्षे ग्रहो मे श्रीरामोदरेह नमस्ते सुधाम्ने स्फुरदीप्तिदाये त्वदीयोदराय विश्वस्य दाम्ने नमो राधिका
नमो नन्दलीलाय देवाय तुभ्यम् हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे हरे दामोदरा जय दामोदरा दामोदरा जय दामोदरा दामोदरा जय दामोदरा दामोदरा जय दामोदरा प्रभुपद जय प्रभुपद प्रभुपद जय प्रभुपद प्रभुपद जय प्रभुपद प्रभुपद जय प्रभुपद दामोदर भगवान की जय दामोदराष्टकम की जय कार्तिक महीने की जय श्री प्रभुपाद की जय गौर प्रेमानंदे हरे हरे മ്യൂട്ടാ പ്രഭു. താങ്ക് യു ഹരേ കൃഷ്ണ. നമുക്ക് ഇന്നത്തെ നമ്മുടെ ദാമോദര പൂജ, ദാമോദര അഷ്ടകം, ദാമോദര ആരതി, നരസിംഹ കീർത്തനത്തോടുകൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വളരെ സന്തോഷമുണ്ട്. ഈ ഗൃഹത്തിലുള്ള എല്ലാവർക്കും ദാമോദര ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. സുധീർ സ്പീഡ് അപ്പില് ഒരു നരസിംഹ കീർത്തനം അടിച്ചല്ലേ നമ്മളെ അവിടെ പെട്ടെന്ന്. ഹരേ കൃഷ്ണ. ടീച്ചർ ഇപ്പഴാ കേട്ടതല്ലേ? ഞങ്ങള് ടീച്ചറിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാനും ജപിച്ചു. കേട്ടു. ഓക്കെ. ഇനി അടുത്ത നരസിംഹ കീർത്തനത്തോടു കൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. വീണ്ടും നമ്മള് ഒരു ദിവസം വീട്ടിൽ വരാം, നമുക്ക് കാണാം. ഓക്കെ. ഹരേ കൃഷ്ണ. അപ്പം സ്മിത മാതാജി പരിചയപ്പെട്ടോളൂ, പിന്നെ ഒക്കെ വാങ്ങിച്ചോളൂ. പാലക്കാട് ആണ് സ്ഥലം. ഹരേ കൃഷ്ണ. അവിടെ വെള്ളിയാഴ്ച രാവിലെ ഭാഗവതം ക്ലാസ് ഉണ്ട് ഈ സ്മിത മാതാജിയുടെ വീട്ടില്. കരാമയിലാണ്, ഇപ്പം വെർച്വലിലാണ്. വൈകിട്ട് അതുപോലെ വെള്ളിയാഴ്ച വൈകിട്ട് ഭഗവത്ഗീത ക്ലാസ് ഉണ്ട്, വൈകിട്ട് 7:30. അതും മാതാജിയുടെ വീട്ടിൽ വെച്ചിട്ടാണ്. അത് ഞാൻ ബർദുബായ് സ്പിന്നീസിന്റെ ബാക്കിലാണ്. ഓക്കെ, ഞാൻ ലിങ്ക് അയച്ചു തരാം. ഓക്കെ, സമയമുള്ളതുപോലെ കേടുക. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ എല്ലാം കണ്ടിന്യൂഷൻ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഓൺലൈനിൽ നമുക്ക് മടുക്കും. ഓൺലൈൻ എല്ലാം ഓൺലൈൻ വെച്ച് ചെവി പഴുക്കും അല്ലേ? ഹരേ കൃഷ്ണ. അപ്പം അതൊക്കെ സൗകര്യം പോലെ
ഓക്കെ. അതൊക്കെ ചെയ്യാം. റെഡിയാണോ കമലു? അതെ ബ്രോ. ഓക്കെ, ശരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമസ്തേ നരസിംഹായ നമസ്തേ നരസിംഹായ विघ्ननाश नरसिंह भगवान की जय। श्रील प्रभुपाद की जय। नित्य गौर वृंदा। हरि बोल। ഹരി ബോൾ, ഹരി ബോൾ. അപ്പോൾ ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു. വളരെ സന്തോഷം. അപ്പൊ നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ഭഗവാന്റെ കഥകൾ എത്ര പറഞ്ഞാലും മതി വരത്തില്ല. എങ്കിലും നമ്മൾ തൽക്കാലത്തേക്ക് ഇന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. രാജേട്ടാ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സന്തോഷം. ഓക്കെ. അപ്പോൾ ഹരേ കൃഷ്ണ. സ്മിതമാജി, ഹരേ കൃഷ്ണ. ഓക്കെ, എല്ലാവർക്കും ഹരേ കൃഷ്ണ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദിയുണ്ട്. ഹരേ കൃഷ്ണ. സന്തോഷം. പ്രീതമാതി, വളരെ സന്തോഷം. പ്രീതമാതിയുടെ ഭാഗവതം വായന എനിക്ക് കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. നല്ല ഈണത്തിലാണ്. ഹരേ കൃഷ്ണ. ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ, അവരെ പരിചയം. പ്രീതമാതിക്ക് അറിയാം. നമ്മള് സയൻസ് ടാലന്റ് എക്സാമിന് എഴുതാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല പരിചയം കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആലോചിക്കും. സ്മിത നല്ല പേര്. ഹരേ കൃഷ്ണ. പ്രീതയാ ടീച്ചർ. പ്രീത. സോറി. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, സന്തോഷം. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. 5, 4. ഓക്കെ. താങ്ക് യു സോ മച്ച്. നന്ദി. 2, 1, 0. ഡിം. ഹരേ